സോ ഓക്കെ, ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 2-ലെ സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന ടോപ്പിക്കാണ്. ലൈക്ക് സൂപ്പർവൈസ്ഡ് ലേണിംഗിലെ രണ്ട് ടോപ്പിക്സ് ആണ്. ലൈക്ക് ഇൻട്രൊഡക്ഷൻ ടു ഡയമെൻഷനാലിറ്റി ഇൻഡക്ഷൻ ആണ് ഫസ്റ്റ് ടോപ്പിക്. സോ ഡയമെൻഷനാലിറ്റി ഇൻഡക്ഷൻ എന്ന് പറയുന്നത് ഡയമെൻഷൻസ് എന്താണെന്ന് അറിയാം. സോ ഡയമെൻഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ മെനി റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസ് ഓഫ് മെഷീൻ ലേണിംഗ് ഡാറ്റ സെറ്റ്സ് മേ കണ്ടെയ്ൻ എ ലാർജ് നമ്പർ ഓഫ് ഫീച്ചേഴ്സ്. അതായത് ഫീച്ചേഴ്സിനാണ് ഇവിടെ ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. So, while having more features might seem useful, അതായത് more features ഉള്ളപ്പോൾ യൂസ്ഫുൾ ആയിട്ട് നമുക്ക് തോന്നും, ബട്ട് it often leads to problems such as increased computational cost, overfitting, and difficulty in visualization. അങ്ങനത്തെ കുറെ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഉണ്ടാവുന്നതാണ്. സോ അതിന് ഒരു സൊല്യൂഷൻ ആയിട്ട് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ഡയമെൻഷണൽ റിഡക്ഷൻ നമ്മൾ യൂസ് ചെയ്യും. ഇപ്പൊ ഡയമെൻഷണൽ റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ refers to the process of reducing the number of input variables, അതായത് features in a data set while preserving as much relevant information as possible. അതായത് irrelevant ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ലൈക്ക് കുറെ മിസ്സിംഗ് വാല്യൂസോ, അതായത് മറ്റേ കുറെ ലൈക്ക് നമ്പേഴ്സോ, അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ റിമൂവ് ചെയ്തിട്ട് എസെൻഷ്യൽ ഫീച്ചേഴ്സ് മാത്രം നിർത്തുക. അതെങ്ങനെയാണ് നോക്കാനാണ് നമുക്ക് ഡയമെൻഷണൽ റിഡക്ഷൻ ടോപ്പിക് ചെയ്യാൻ പോകുന്നത്. സോ വൈ ഡയമെൻഷണൽ റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെഡ്യൂസസ് ഓവർഫിറ്റിംഗ്, അതായത് ഓവർഫിറ്റിംഗ് റെഡ്യൂസ് ചെയ്യും എങ്ങനെയാണ് ബൈ റിമൂവിങ് ഇറലവന്റ് ഓർ റിഡൻഡന്റ് ഫീച്ചേഴ്സ്. റിഡൻഡന്റ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ഒക്കറിങ് എലമെന്റ്സ് ആയിരിക്കും. ദ മോഡൽ ജനറലൈസ് ബെറ്റർ ടു അൺസീൻ ഡാറ്റ. അപ്പൊ അതൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജനറലൈസേഷൻ കൂട്ടാൻ പറ്റും. പിന്നെ ഇംപ്രൂവ്സ് പെർഫോമൻസ്, അതായത് ഫ്യൂവർ ഫീച്ചേഴ്സ് മീൻസ് ഫാസ്റ്റർ ട്രെയിനിങ് ആൻഡ് പ്രഡിക്ഷൻ ടൈംസ്. സോ അതേപോലെ തന്നെ എൻഹാൻസ് വിഷ്വലൈസേഷൻ helps to project high dimensional data into 2D or 3D for plotting, and reduces storage and memory usage, especially important for embedding systems or mobile devices. The curse of dimensionality. The curse of dimensionality refers to a set of problems that arise when working with data in high dimension space. അതായത് ഹൈ ഡയമെൻഷൻ സ്പേസിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവണോ കുറച്ച് പ്രോബ്ലംസിനാണ് എന്ത് പറയുന്നത് കേഴ്സ് ഓഫ് ഡയമെൻഷനാലിറ്റി എന്ന് പറയുന്നത്. അത് എന്തൊക്കെ നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ ബിക്കംസ് ഇൻക്രീസിംഗ്ലി സ്പാർസ്. സ്പാർസ് എന്ന് പറയുമ്പോൾ സീറോസ് കൂടുതലായിട്ട് വരും. അതായത് സ്പാർസ് മെട്രിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് സീറോ എലമെന്റ്സ് ഈസ് ഗ്രേറ്റർ ദാൻ ദ നോൺ സീറോ എലമെന്റ്സ്. സോ distance matrix becomes less reliable and the volume of the source space increases exponentially, requiring more data for effective modeling. So, example പറയുകയാണെങ്കിൽ data set with 100 feature requires exponentially more data points to represent the space effectively than one with 10 features. അങ്ങനത്തെ സാധനം വരുമ്പോഴാണ് ഒരു കേഴ്സ് ഓഫ് ഡയമെൻഷനാലിറ്റി എക്സിസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് ഡയമെൻഷനാലിറ്റി ടെക്നിക്സ്, അതാണ് നമുക്ക് അടുത്ത വീഡിയോ പഠിക്കാൻ പോകുന്നത്. സോ ദ മെയിൻ ടു പ്രോസസ് ആർ ഫീച്ചർ സെലക്ഷൻ ആൻഡ് ഫീച്ചർ എക്സ്ട്രാക്ഷൻ. ഫീച്ചർ സെലക്ഷൻ എന്ന് പറയുന്ന ഒരു ഓർവ്യൂ പറയുകയാണെങ്കിൽ സെലക്ടിങ് എ സബ്സെറ്റ് ഓഫ് ദ മോസ്റ്റ് റെലവന്റ് ഫീച്ചേഴ്സ് ഫ്രം ദ ഒറിജിനൽ ഡാറ്റാ സെറ്റ്. നോ ട്രാൻസ്ഫോർമേഷൻ ഈസ് അപ്ലൈഡ്. ട്രാൻസ്ഫോർമേഷൻ ഇവിടെ അപ്ലൈ ചെയ്യുന്നില്ല. അതായത് നമ്മൾ റെലവന്റ് ഫീച്ചേഴ്സിന് മാത്രം ഒരു സബ്സെറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യലാണ് എന്ത് ഈ ഫീച്ചർ സെലക്ഷൻ എന്ന് പറയുന്നത്. ലൈക്ക് ഒരു ബാസ്കറ്റിൽ നിന്ന് ഓറഞ്ച് മാത്രം വെക്കുക, അങ്ങനെ ആ സാധനങ്ങളൊക്കെ അതാണ് ഫീച്ചർ സെലക്ഷൻ. ഫീച്ചർ എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ creating new features by transforming the original data into a lower dimensional space. അവിടെയാണ് നമ്മൾ എന്ത് വെയിറ്റ് ചെയ്യുക, PCA എന്ന് പറഞ്ഞൊരു ടോപ്പിക് വെക്കുക. PCA എന്ന് പറഞ്ഞൊരു സെലക്ഷൻ വെക്കുക. ഫീച്ചർ സെലക്ഷൻ വേഴ്സസ് ഫീച്ചർ എക്സ്ട്രാക്ഷൻ. ഫീച്ചർ സെലക്ഷനിൽ എന്താണ് ഡീറ്റെയിൽസ് ഒറിജിനൽ ഫീച്ചേഴ്സ് ആയിരിക്കും റിട്ടേൺ ചെയ്യുക. ഫീച്ചർ സെലക്ഷനിൽ എന്താണ് ന്യൂ വൺസിന് ജനറേറ്റ് ചെയ്യാണ് ചെയ്യുക. പിന്നെ ഫീച്ചർ സെലക്ഷൻ ഈസ് ഈസിയർ ടു ഇന്റർപ്രറ്റ് ആണ്. അതായത് എക്സ്ട്രാക്റ്റഡ് ഫീച്ചേഴ്സ് മേ ലാക്ക് ഫിസിക്കൽ മീനിങ് and the feature extraction may preserve more information but with added computational problems. When to use dimensional reduction? When your data sets have many features and relatively few data points. Few data points ഉള്ള സമയത്ത് നമുക്ക് ഈ മെനി ഫീച്ചേഴ്സിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡയമെൻഷണൽ റിഡക്ഷൻ ചെയ്യുക. പിന്നെ when you observe overfitting due to redundant or irrelevant attributes, അതായത് ഇറലവന്റോ അതോ റിഡണ്ടന്റ് ആട്രിബ്യൂട്ട്സോ കാരണം ഓവർഫിറ്റിംഗ് ഉണ്ടാവുന്ന തോന്നി കഴിഞ്ഞാൽ
നമുക്ക് ഡയമെൻഷൻ റിഡക്ഷൻ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ വെൻ മോഡൽ ട്രെയിനിങ് ടൈം ഇസ് ടു ഹൈ, അതായത് ഒരു മോഡൽ ട്രെയിൻ ചെയ്യാൻ യൂഷ്വലി ടൈം എടുക്കുന്നത് ഇതിനെക്കാട്ടി കൂടുതൽ ടൈം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയമെൻഷൻ റിഡക്ഷൻ ചെയ്യേണ്ടി വരും. പിന്നെ വെൻ യു ആർ വർക്കിംഗ് ഓൺ ടാസ്ക് ലൈക്ക് ഡാറ്റ വിഷ്വലൈസേഷൻ ഓർ ക്ലസ്റ്ററിംഗ്. സോ ഇതാണ് ഇപ്പോ ഡയമെൻഷൻ റിഡക്ഷൻ എപ്പോൾ യൂസ് ചെയ്യണമെന്നുള്ള കുറച്ച് പോയിന്റ്സ്. സമ്മറി എന്ന് പറയുന്നത് നോക്കുകയാണെങ്കിൽ ഡയമെൻഷൻ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് എ ഫൗണ്ടേഷണൽ സ്റ്റെപ്പ് ഇൻ പ്രിപ്പയറിംഗ് ഡാറ്റ. നമ്മൾ FBS നോക്കുകയാണെങ്കിൽ ഒരു 7 സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ ആ 7 സ്റ്റേജസ് നോക്കുകയാണെങ്കിൽ എന്താണ്, ഒരു ഫൗണ്ടേഷൻ സ്റ്റെപ്പ് പോലെയാണ് പ്രിപ്പയറിംഗ് ഡാറ്റ ഫോർ എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് മെഷീൻ ലേണിംഗ്. It helps to overcome the curse of dimensionality, enhances model performance, and improves interpretability. And the next topics are feature selection, such as like forward selection, backward selection. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ പഠിക്കും.